ഒരു വീട്ടിൽ പോലും ടെലിവിഷൻ ഇല്ല, ടി വി ഇല്ല എന്ന് സജീവ മാവോയിസ്റ്റ് പ്രവർത്തനമുള്ള ഒരു മേഖലയാണിത്. ഇവിടെ ഈ തൊട്ടടുത്തുള്ള പുഴ കടന്നാൽ അപ്പുറത്ത് ജാർഖണ്ഡാണ്. അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ പറഞ്ഞു, പോയാൽ കുഴപ്പമാണ്, പ്രശ്നമാണ്, നിങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നമ്മൾ തിരിച്ചു പോവുകയായിരുന്നു. എന്തായാലും മാവോയിസ്റ്റ് പ്രവർത്തനം ഇപ്പുറത്ത് പുഴയ്ക്ക് ഇപ്പുറത്തുള്ള ഗ്രാമത്തിൽ ഇപ്പോൾ അത്ര സജീവമല്ല എന്ന് ഗ്രാമത്തിലുള്ള ആളുകൾ പറയുന്നുണ്ട്. ടി വി ഹേ ഇതർ टेलीविजन टीवी देखे हैं, टीवी यहाँ है ही नहीं तो टीवी कहाँ देखेंगे। टीवी है ही नहीं तो कहाँ से देखा है। इधर घर में टेलीविजन नहीं है? नहीं टेलीविजन नहीं है। नहीं आप देखा है टीवी? टीवी देखे हैं, बाकी टीवी इधर घर पर नहीं है। उधर आगे वाला गांव में है, बड़ा बड़ा घर में। അദ്ദേഹം പറയുന്ന കാര്യം ഇവിടെയുള്ള ഗ്രാമത്തിൽ ഒരു വീട്ടിലും ടി വി ഇല്ല, പക്ഷേ ബസാറിൽ കുറച്ചപ്പുറത്തെ ബസാറിൽ വലിയ വലിയ വീടുകളിൽ ടി വി ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഈ ഗ്രാമത്തിലെ വീടുകൾ. ഈ വീടുകളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടിക കൊണ്ട് വെച്ച് കെട്ടിയ വീടുകളാണ്. എന്നാൽ ഇവിടെ ഒന്നും ടെലിവിഷൻ നമുക്ക് കാണാൻ പറ്റുന്നില്ല. अब कोई विकास नहीं, हमन के तो जंगल चढ़ जाते तो कहाँ से हमन के लायक पढ़ावेंगे। देखा तो ऐसा पैसा रहते तो नहीं पढ़ाती है। വികസനം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാട്ടിലേക്ക് പോകേണ്ടി വരുമെന്ന് ചോദിക്കുന്നുണ്ട് ആൾക്കാർ. ഈ ഗ്രാമത്തിലുള്ള ആളുകളുടെ ഒരു ജോലി എന്ന് പറയുന്നത്, ഏക ജോലി എന്ന് പറയുന്നത് കാട്ടിൽ പോയിട്ട് വിറക് എടുത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇതാണ് അവർ ഇന്ന് പോയിട്ട് എടുത്തു കൊണ്ടുവന്ന വിറക്. ഇങ്ങനെയുള്ള ഒരു കെട്ട് കാട്ടിൽ പോയി ഈ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന് എടുത്തു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 70 രൂപയോ അല്ലെങ്കിൽ 80 രൂപയോ പരമാവധി 110 രൂപയോ ആണ് ഇവർക്ക് കിട്ടുക. कोई नौकरी नहीं है, कोई विकास नहीं तो पढ़ाए कहाँ से आगे से। पहले वो माओवादी लोग है इधर, हाँ वो सब क्या बोल दिया आपको? वो सब क्या बोलेगा, वो सब तो आओ कहता है खाना दीजिए। अब वो सब खाना रहेगा तब नहीं तो है, खाना कोई देता है नहीं कोई खाना देता है तब मनो। വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന ഗ്രാമമാണിത്. ഈ ഗ്രാമത്തിലെ മനുഷ്യർ പറയുന്നു, ഞങ്ങൾ കാട്ടിൽ പോയി വിറകെടുത്താണ് ജീവിക്കുന്നത്, അതിന് പോലും വേണ്ട പണം ഞങ്ങൾക്ക് കിട്ടുന്നില്ല, പിന്നെ എവിടെയാണ് വികസനം, ഞങ്ങൾ എന്താണ് വികസനം എന്ന് പറയേണ്ടത് എന്നവർ ചോദിക്കുന്നു. ഒരു വീട്ടിൽ പോലും ടെലിവിഷൻ ഇല്ല, ടി വി ഇല്ല എന്നതുകൂടി നമ്മൾ കാണണം. അതാണ് ഇവിടുത്തെ വികസനം. മോട്ടോർ സൈക്കിൾ ഡയറി യാത്ര തുടരുകയാണ് ബീഹാറിലെ ഗ്രാമങ്ങളിലൂടെയും നഗരങ്ങളിലൂടെയും.